പഴമയുടെ പെരുമ വിളിച്ചോതി പുതുതലമുറയ്ക്കും തണലായി ഇന്ന് അവശേഷിക്കുന്നത് വളരെ ചുരുക്കം എണ്ണം കളിത്തട്ടുകൾ മാത്രം. ഇവയിൽ പലതും ഇന്നും നിലനിന്നു പോകുന്നത് നാട്ടുകാരുടെ സംരക്ഷണം കൊണ്ട് മാത്രം. പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത നൽകുമ്പോൾ പുതുതലമുറയ്ക്ക് നൽകുന്നത് കൗതുക കാഴ്ച. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കൃഷിയിടങ്ങളിലും ക്ഷേത്രങ്ങൾക്ക് സമീപവും നാട്ടുകാർക്കും തീർത്ഥാടകർക്കും യാത്രക്കാർക്കും വ്യാപാരികൾക്കും വിശ്രമിക്കുവാൻ വേണ്ടിയും മറ്റ് വിനോദ ഉപാധികളിൽ ഏർപ്പെടുന്നതിനായി നിർമ്മിക്കപ്പെട്ട ഒരു പൊതുവിശ്രമ കേന്ദ്രമാണ് കളിത്തട്ട് അഥവാ കളത്തട്ട്. പരമ്പരാഗതമായി കളിത്തട്ടുകൾ മരത്തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിക്ക കളിത്തട്ടുകളുടെയും ചുവട്ടിൽ പലകത്തടിയോടുകൂടി മണ്ഡപത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചവയാണ്. ആദ്യകാലങ്ങളിൽ ഓലയും കാലക്രമേണ ഓടും മേഞ്ഞവയാണ് ഇവയുടെ മേൽക്കൂരകൾ. കളിത്തട്ടിലെ കഴുക്കോലുകളുടെ വിന്യാസവും അത് ഉറപ്പിച്ചിരിക്കുന്ന മകുടവും തച്ചുശാസ്ത്ര വൈദഗ്ധ്യമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. മിക്ക കളിത്തട്ടുകൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലെ ദേവപ്രശ്നം ഉൾപ്പെടെ ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. തുള്ളൽ ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ അരങ്ങും ഇതുതന്നെയായിരുന്നു. നാട്ടുകൂട്ടങ്ങൾ കൂടുന്നതിനും കവി അരങ്ങുകൾക്കും ഗ്രാമസഭകൾ കൂടി തീർപ്പുണ്ടാക്കുന്നതിനും ഒക്കെ ഈ കളിത്തട്ടുകൾ ഒരു കാലത്ത് വേദിയായിരുന്നു. പഴമയെ സംരക്ഷിക്കുന്നതിൽ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന വൈമുഖ്യം കളിത്തട്ടുകളുടെ കാര്യത്തിലും പ്രകടമാണ്. പൊതുവിടങ്ങളിൽ വിശ്രമത്തിനോ വിനോദത്തിനോ ആധുനിക കാലഘട്ടത്തിൽ പോലും പിന്നോക്കം നിൽക്കുമ്പോൾ കുറ്റങ്ങളും കുറവുകളും ആരോപിക്കുന്ന രാജഭരണകാലത്ത് പോലും ജനങ്ങളുടെ വിശ്രമത്തിനും വിനോദത്തിനും ക്ഷേമത്തിനും ഇത്തരം ഇടങ്ങൾ ഒരുക്കിയിരുന്നു എന്നത് വിസ്മരിക്കരുത്. കാലപ്പഴക്കത്താലും സംരക്ഷണമില്ലായ്മയാലും കളിത്തട്ടുകളിൽ ഏറിയ പങ്കും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ഇവയോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന കരിങ്കല്ലിനാൽ നിർമ്മിതമായിരുന്ന കുടിവെള്ള സംഭരണികളും ചുവടുതാങ്ങികളും നഷ്ടമായിരിക്കുന്നു. കളിത്തട്ടുകൾ പൂർണ്ണമായും വിസ്മൃതിയിൽ ആകാതെ ഇരിക്കുന്നത് നല്ലവരായ ചില നാട്ടുകാരുടെയും ചില സന്നദ്ധ സംഘടനകളുടെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ്. പൂർണ്ണമായും ചരിത്രതാളുകളിലേക്ക് മാത്രമായി ഒതുക്കപ്പെടാതിരിക്കാൻ നമ്മളുടെ ഇത്തരം പൈതൃകം സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാരുകൾ ഇനിയെങ്കിലും ഇവയുടെ സംരക്ഷണത്തിനായി മുൻകൈ എടുക്കും എന്ന് പ്രത്യാശിക്കാം.